ഹായ് ഹായ് ഓൾ വെൽക്കം ടു ലേണിംഗ് ടീച്ചർ SSLC ക്ലാസ്സിനകത്ത് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതാണ് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടോ എന്താടാ പലർക്കും നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഫുൾ തിയറിയാണ്, ഒരു പ്രോബ്ലവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോ ഈ ഒരു പ്രോബ്ലവും കാര്യങ്ങളും ഇല്ലാത്ത ചാപ്റ്ററിന് നമ്മളെ കുഴക്കാൻ വേണ്ടി രണ്ട് റൂളുകൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റൈറ്റ് ഹാൻഡ് റൂളും ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളും. ഇത് രണ്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട് സാർ. എടാ ഞാനൊന്ന് അടിപൊളിയായിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ പക്കാ ക്ലിയർ ആയിട്ട് ഓരോ ടോപ്പിക്കും വൃത്തിയായിട്ട് ഞാൻ നിങ്ങൾക്ക് പോയിന്റ് വൈസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എടുക്കുകയാണെങ്കിൽ 3 പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യും, ലെഫ്റ്റ് ഹാൻഡ് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എടുക്കുകയാണെങ്കിൽ 3 പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യും. യെസ്, എന്ത് തന്നെയായാലും വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയായാലും പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ റൈറ്റ് ഹാൻഡ് റൂൾ എന്താണെന്ന് പഠിക്കാം, ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണെന്ന് പഠിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അതായത് ഒന്ന് എന്റെ വകം, ഒന്ന് പണ്ട് കാലത്തേക്ക്. എടാ പണ്ടുള്ള ശാസ്ത്രജ്ഞർ ഒന്ന് ഇമാജിൻ ചെയ്യണം. പണ്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ ഇവിടെ പ്രധാനപ്പെട്ട ഒരു അടിപൊളിയാണ്, ഞാൻ ഈസ്റ്റേൺ എന്നാണ് പേര്. മൂപ്പർ എന്താക്കിയെന്ന് അറിയോ? മൂപ്പരൊരു പ്രവർത്തനം നടത്തുകയായിരുന്നു. അപ്പൊ എന്താ മനസ്സിലാക്കി, ഒരു ഈസ്റ്റർ പോട്ടോ നമ്മളെ റൈറ്റ് ഹാൻഡ് സംഭവം അത് അവനാണ് എന്ത് ചെയ്തത്, നമ്മുടെ ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ ഇങ്ങനെ വിഭ്രഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ അതൊക്കെ പോലെ ഒരു ശാസ്ത്രജ്ഞൻ അല്ല ശാസ്ത്രജ്ഞൻ ഒരു റൈറ്റ് ഹാൻഡ് സംഭവം എന്ന് പറഞ്ഞാല് നമ്മുടെ വലത് കൈയിലെ ഈ വലത് കൈ വെച്ചിട്ടുള്ള എന്തോ ഒരു പരിപാടിയാണ് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു കറണ്ട് ക്യാരി കണ്ടക്ട്, ഒരു കണ്ടക്ട് ഒരു വയറിലൂടെ കറണ്ട് ഇങ്ങനെ ബ്ലൂം എന്ന് പറഞ്ഞു പോവുകയാണെന്ന് വെച്ചാൽ ഈ ഒരു കറണ്ട് ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക, ആ കറണ്ട് താഴത്ത് നിന്ന് മുകളിലോട്ടാണ് പോകുന്നത്. നമുക്ക് അതിന്റെ കറണ്ട് പോകുന്ന വഴി അറിയാം. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞ ചാപ്റ്ററിന്റെ സമ്മറി ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിൽ ഷോർട്ട് സമ്മറി 5 മിനിറ്റിനുള്ളിൽ ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. അതായത് എന്താണ്, ഒരു കറണ്ട് എ ടു ബിയിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് കൺട്രോൾ യൂസ് ചെയ്യുക. ഒരു കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് കടന്നു പോകുമ്പോൾ അതിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റൂളാണെന്ന് വെച്ചാൽ എന്ത്, റൈറ്റ് ഹാൻഡ് കൺട്രോൾ. എന്താ സാറേ ചെയ്യുക, അതായത് എന്റെ ഈ ഒരു കൈ നിങ്ങളൊന്ന് ഒരു ഒരു കണ്ടക്ടറാണ് വിചാരിക്കുക. ഈ ഒരു കണ്ടക്ടർ ഈ ഒരു അടിഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് പോകുന്നത് കരുതുക. അപ്പൊ എനിക്ക് ഇതിന്റെ മാഗ്നറ്റിക് ഡയറക്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് കാണാം. അപ്പൊ ഞാൻ കൈ ഇതാണല്ലോ, അപ്പൊ അത് മറന്നുപോയടാ, എന്താ പിടിക്കേണ്ട സിമ്പൽ തന്നാ ഇതേപോലത്തെ ഒരു ഷേപ്പിലാണ് നമ്മൾ ലൈറ്റ് ചിഹ്നല്ലടാ, ലൈറ്റ് ചിഹ്നം ഈ ഒരു ലൈറ്റ് ചിഹ്നം പോലെയാണ് നമ്മൾ ചെയ്തത്. റൈറ്റ് ഹാൻഡ് അവിടെ കൃത്യമായിട്ട് ചിത്രം കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് നമ്മൾ ചിത്രം പിടിക്കണം. അപ്പൊ നമ്മൾ ചെയ്യാം, കൈ പിടിക്കാം, നേരെ കറണ്ട് അടിയിൽ മുകളിലേക്കാണല്ലോ, കറണ്ട് പോകുന്ന ഡയറക്ഷൻ ആണ് ഈ ഒരു തള്ളവിരല്. ആൻഡ് ഈ ഒരു 4 വിരലില്ലേ, ഈ ഒരു 4 വിരല് ഈ 4 വിരൽ സൂചിപ്പിക്കാം. ഈ 4 വിരൽ സൂചിപ്പിക്കുന്ന വെച്ചാൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിനെയാണ്. ഓക്കെ, പിടിച്ചോ, അടിപൊളി, ഒരു ലൈക്ക് പോലെ പിടിച്ചില്ലേ. അപ്പൊ എനിക്ക് കറണ്ട് പോകുന്നത് മുകളിലോട്ടാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ വന്നു നോക്കുന്നതാണോ, ഇതേപോലല്ലേ, ഇതാ ഇങ്ങനല്ലേ മാഗ്നറ്റിക് ഫീൽഡ്, ഇങ്ങനെ ഇങ്ങനെയല്ലേ വരുന്നത്, ഇങ്ങനെ ഇങ്ങനെയല്ലടാ വരുന്നത്. ഇതാണ് എന്ത് പറയാ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എത്ര പേർക്ക് ഇത് മാറിപ്പോയിട്ടുണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യണം, ഞാൻ മറന്നതാണ്. അപ്പൊ ഇതാണ് എന്ത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ കിട്ടിയില്ലേ. ഈ സെയിം പോയിന്റ് ആണ് മച്ചാ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാ പോയിന്റും കണ്ടാ ഒന്ന് മാറിത്തരാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അടിപൊളിയാണ്, സിമ്പിൾ പോയിന്റുകളാണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് വാക്കുകൾ എന്താണ്, അടുത്തത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇതെന്തിനാണോ യൂസ് ചെയ്യുക, യൂസ് ടു ഫൈൻഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലെ ഡയറക്ഷനും ഫോഴ്സും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഒരു കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടറിന്റെ ഡയറക്ഷനും ഫോഴ്സും കാണാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പൊ സാർ എന്തെന്നാ പിടിക്കാം, അത് നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ ഒരു പാർട്ട് കേൾക്കുമ്പോൾ 9ൽ ഉണ്ടാവാൻ സാധ്യത എന്തോ എനിക്കറിയില്ല, കുറവാണ്. പക്ഷെ നിങ്ങൾ ഇത് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ആകുന്നത് അറിയും, സാർ ഈ കൈ പിടിക്കുന്ന വളരെ വിഷയം ഞാനൊക്കെ തയങ്ങിപ്പോയതാ കണ്ടോ. ഇത് ചിലപ്പോൾ ഇങ്ങനെ ആയി പോകും, ഇങ്ങനെ അങ്ങനെ ആ ഒരു വിഷയമൊക്കെ നമ്മൾ ഇങ്ങനൊക്കെ പിടിക്കാനൊക്കെ ഉണ്ട്. ആ ഒരു സമയത്തൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ പിടിക്കേണ്ടത് അറിയോ, 3 വിരലാണ് നമുക്ക് ഒരുപാട്, തള്ളവിരല്, ചൂണ്ടുവിരല്, നടുവിരല്, മിഡിൽ ഫിംഗർ. ഈ ഒരു ഫിംഗർ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്യണേ. തള്ളവിരല്, ചൂണ്ടുവിരല്, മിഡിൽ ഫിംഗർ എത്രയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ ഒന്നൊരു കൺക്ലൂഡ് ചെയ്യാം. ഈ തള്ളവിരൽ എന്തിനാണെന്ന് അറിയാം, നമുക്ക് എഫ് യൂസ് ചെയ്യാം, അല്ലെ പോട്ടെ എം യൂസ് ചെയ്യാം. ഫാദർ, മദർ, ചൈൽഡ് എന്നാണ് പറയാ, പക്ഷെ ഞാൻ ഇവിടെ ചിത്രത്തിൽ തന്നില്ല. ഓക്കെ, ശരിക്കും നമ്മൾ ഇവിടെ നമുക്ക് മോഷൻ, ചലനം അല്ലെ, പോസ് നമ്മൾ ചെയ്യും. ഓക്കെ, എഫ് കൂട്ടിയിട്ടുണ്ട്, ഫാദർ, മദർ, ചൈൽഡ്. അപ്പൊ എങ്ങനെ, ഈ ഒരു തള്ളവിരല് ഫാദർ, ഇത് മദർ, ഇത് ചൈൽഡ്, സെൻട്രൽ ചൈൽഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഫാദർ, എന്താ ഫാദർ എന്ന് പറഞ്ഞാൽ പോസ്. നമുക്ക് ഇത് എന്തിനാ യൂസ് ചെയ്യാം, പോസ് കാണാൻ വേണ്ടി. ജസ്റ്റ് പോസ് കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്തത്, ഇത് യൂസ് ചെയ്തത്. അടിപൊളി. അപ്പൊ സാർ എന്താണ് സാറേ ഈ ഒരു ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞാൽ,
ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പോകണം, അത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ ഈ ഒരു ചൂണ്ടുവിരൽ. ആൻഡ് ഈ ഒരു നടുവിരൽ എന്താണെന്ന് വെച്ചാൽ, നടുവിരൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത്, ഏത് അങ്ങോട്ടാണ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത്, അതിന്റെ വാല്യൂസ് ഇതാണ്. അപ്പൊ ഇത്രത്തോളം ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. തള്ളവിരൽ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, തള്ളവിരൽ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, ബലമാണ്. ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. നടുവിരൽ എന്ന് പറഞ്ഞാൽ എന്താ, സോൾവ് കറണ്ട് പോകുന്ന ഡയറക്ഷൻ. സോ ഇത്രയും മൂന്ന് ആൾക്കാരുടെ കോമ്പിനേഷൻ വരുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് എന്ത്. സോ ഇത് കംപ്ലീറ്റ് ആണ് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ. സോ ഇത്രയേ ഉള്ളൂ. എന്തെന്നുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം? സോ ഓരോന്നില്ല ഇതിന്റെ നോട്ട് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തേക്കുന്ന ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള 3 പോയിന്റിലാണ് നമ്മൾ കൊടുത്തത്. എക്സാമിന് ഡിഫൈൻ ചെയ്യാൻ വെച്ചാൽ ഈ പോയിന്റ് എഴുതി കൊടുത്താലും 100 ഔട്ട് ഓഫ് 100% മാർക്ക് കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എന്ത് ഞാൻ പറഞ്ഞു 10 മിനിറ്റ് ഞാൻ സമയം പറഞ്ഞ 6 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 2 കാര്യം ഒരു തുള്ളി കൺഫ്യൂഷൻ ഇല്ലാതെ ഞാൻ ക്ലിയർ ആക്കി ഞാൻ തന്നിട്ടുണ്ട്. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലേണർ ടീച്ചർ ആരും അറിഞ്ഞിട്ടില്ല, മാക്സിമം നിങ്ങൾ കൊടുക്കുക. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ ആയിരുന്നു വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുക. അത് നിങ്ങളൊന്ന് സഹായിച്ചാൽ മതി. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതി, സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കണ്ടാൽ മതി. കഴിഞ്ഞു പോയിട്ടുള്ള വീഡിയോയിൽ എസ്എസ്എൽസിന്റെ റെക്കോർഡ് ലൈവ് കാര്യം ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ച് എക്സാമ്പിൾ ചോദ്യങ്ങളൊക്കെ ഞാനും ചെയ്തിട്ട് പഠിപ്പിച്ച് കൊടുത്തിട്ട് ലൈവ് സെഷനിൽ കയറി എസ്എസ്എൽസി കാണാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ കൺഫ്യൂഷൻ ആയിരുന്ന 2 റോള്. ഈ 2 റോള് വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇത്രയുള്ളതാണ് നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പൊ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നിങ്ങൾ പഠിക്കുക. ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അതേപോലെ ലാസ്റ്റ് ഒരു കാര്യം എന്താ പറയാൻ പറയോ, നിങ്ങൾക്ക് ഏത് ഭാഗം, ഏത് ചാപ്റ്ററിന്റെ ഏത് പാർട്ട് വേണമെന്ന് ഉറപ്പായും കമന്റ് ചെയ്യുക. സോ ദാറ്റ്സ്. അപ്പൊ എല്ലാവർക്കും ബൈ. അടിപൊളിയായിട്ട് പഠിക്കുക. ലേണിംഗ് ഫ്യൂച്ചർ നിങ്ങളോടൊപ്പം ഉണ്ട്. എന്ത് കാര്യവും ഫ്രീ ആയിട്ട് നമ്മൾ കൂടുതലും അടിപൊളിയാക്കുക. നോട്ട് ഇട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഓരോ ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ നോട്ട് ലിങ്ക് അവിടെ ഉണ്ടാവും. ഓക്കെ, ബൈ.